ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 10 കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്, കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഈ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ച കുറച്ച് കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കണം. സോ നമ്മളതൊന്ന് നോക്കാൻ പോവുകയാണ്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഫിസിക്കൽ ചേഞ്ചസ്. വാട്ട് ഡു യു മീൻ ബൈ ഫിസിക്കൽ ചേഞ്ചസ്? ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസിക്കൽ ചേഞ്ചസ് ആർ ടെമ്പററി ചേഞ്ചസ് വിച്ച് ക്യാൻ ബി റിവേഴ്സ്ഡ് ടു ഫോം ഒറിജിനൽ സബ്സ്റ്റൻസ്. നോ ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോം. എന്ന് വെച്ചാൽ എന്താണ്? ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് ടെമ്പററി ചേഞ്ച് ആണ്. അത് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, റിവേഴ്സ് ചെയ്ത് നമുക്ക് ഒറിജിനൽ സബ്സ്റ്റൻസ് കിട്ടില്ല, പുതിയ ഒരു പ്രോഡക്റ്റും ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, ഇവിടെ നോക്കിക്കേ, ഇത് ഐസ് ക്യൂബാണ്. ഇത് മെൽറ്റ് ചെയ്ത് എന്തായി? വാട്ടറായി. അപ്പോൾ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഐസ് ക്യൂബ് ഇറ്റ് മെൽറ്റ്സ് ടു ബിക്കം വാട്ടർ. ഓക്കെ, ഇത് എന്ന് പറയുന്നത് ടെമ്പററി ചേഞ്ച് ആണ്. എന്ത് ചേഞ്ച് ആണ്? ടെമ്പററി. ടെമ്പററി എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാവുന്നത് അല്ലേ? അപ്പോൾ ഐസിനെ നമുക്ക് വാട്ടറാക്കി മാറ്റാം. വാട്ടറിനെ വീണ്ടും തണുപ്പിച്ചാൽ എന്ത് കിട്ടും? നമുക്ക് ഐസ് കിട്ടും. അത് പെർമനൻ്റ് ആയിട്ടുള്ളൊരു ചേഞ്ച് അല്ല, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാം. സോ നമുക്ക് പറയാം വിച്ച് ക്യാൻ ബി റിവേഴ്സ്ഡ് ടു ഫോം ഒറിജിനൽ സബ്സ്റ്റൻസ്. നമുക്ക് ആദ്യത്തെ ആ പ്രോഡക്റ്റ് തിരിച്ചു കിട്ടും. അതായത് ഈ വെള്ളത്തിൽ നിന്ന് എന്ത് നമുക്ക് തിരിച്ചു കിട്ടും? അതൊന്ന് തണുപ്പിച്ചാൽ ഐസായിട്ട് തിരിച്ചു കിട്ടും. ഇവിടെ ഓക്കെ, നോ ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ് എന്ന് പറഞ്ഞാൽ എന്താ? പുതിയൊരു സബ്സ്റ്റൻസ് ഇവിടെ ഉണ്ടാകുന്നില്ല. ഐസ് മെൽറ്റ് ചെയ്താൽ വാട്ടറായി. വാട്ടർ എന്തായി? വാട്ടർ ഫ്രീസ് ചെയ്താൽ തിരിച്ച് ഐസായി. ഇവിടെ നമുക്ക് പുതിയൊരു സബ്സ്റ്റൻസും കിട്ടുന്നില്ല. എല്ലാം എന്ത് തന്നെയാണ്? വാട്ടർ തന്നെയാണ് അല്ലേ? ഒന്ന് ചേഞ്ച്, സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ, പുതിയ പ്രോഡക്റ്റ് കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചേഞ്ചസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് ഡെഫിനിഷൻ നോക്കാം. ഫിസിക്കൽ ചേഞ്ചസ് ആർ temporary changes which can be reversed to form the original substance. No new substance is formed. ഇവിടെ നമുക്ക് പുതിയൊരു സബ്സ്റ്റൻസ് കിട്ടുന്നില്ല. ഇനി നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം. ഇവിടെ എന്താണ്? മെൽറ്റിംഗ് ഓഫ് വാക്സ്. വാക്സ് മെൽറ്റ് ചെയ്യുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതെങ്ങനെ ഒരു ഫിസിക്കൽ ചേഞ്ച് ആയി? ഫിസിക്കൽ ചേഞ്ചിന് 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു. ഒന്ന്, ഇറ്റ് ഷുഡ് ബി എ ടെമ്പററി ചേഞ്ച്. ടെമ്പററി ചേഞ്ച് ആയിരിക്കണം. നമുക്ക് നോക്കാം ഇത് ടെമ്പററി ചേഞ്ച് ആണോ എന്ന്. അപ്പോൾ സോളിഡ് ആയിട്ടുള്ള വാക്സ് മെൽറ്റ് ചെയ്ത് എന്തായി? ലിക്വിഡായി. ലിക്വിഡായില്ലേ? അപ്പം ഇത് ഈ ലിക്വിഡ് ശകല സമയം കഴിയുമ്പോൾ ഒന്ന് തണുപ്പിച്ച് കഴിഞ്ഞാൽ എന്താകും? അത് സോളിഡ് ആയിട്ട് വീണ്ടും മാറും. ഓക്കെ, അതായത് ഇത് വെറും ടെമ്പററി ചേഞ്ച് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാൻ പറ്റും. ഇറ്റ് ക്യാൻ ബി റിവേഴ്സ്ഡ്. റിവേഴ്സ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ്? ഇവിടെ നോ ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ്. ഒരു സബ്സ്റ്റൻസ് പുതിയതായിട്ട് ഇവിടെ ഉണ്ടാകുന്നില്ല. ഇവിടെ എന്താണ്? നോ ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ്. പുതിയതായിട്ട് ഒരു സബ്സ്റ്റൻസും ഇവിടെ ഉണ്ടാകുന്നില്ല. മെൽറ്റ് ചെയ്യുന്നത് വാക്സ് ആണ്. അത് കൂൾ ചെയ്യുമ്പോൾ തിരിച്ചു കിട്ടുന്നതും എന്താണ്? വാക്സ് ആണ്. സോ വി ക്യാൻ സേ ദിസ് ഈസ് എ ഫിസിക്കൽ ചേഞ്ച്. ഇതൊരു ഫിസിക്കൽ ചേഞ്ച് ആണെന്ന് നമുക്ക് പറയാം. ഇനി ബോയിലിംഗ് ഓഫ് വാട്ടർ, അതേപോലെ തന്നെ മെൽറ്റിംഗ് ഓഫ് വാട്ടർ പോലെ തന്നെ, മെൽറ്റിംഗ് ഓഫ് ഐസ് പോലെ തന്നെയാണ് ബോയിലിംഗ് ഓഫ് വാട്ടർ. ഇവിടെ വാട്ടർ അത് ബോയിൽ ചെയ്ത് എന്താകും? വാട്ടർ വേപ്പറായിട്ട് മാറും. ഓക്കെ, വാട്ടർ വേപ്പറായിട്ട് മാറും. വാട്ടറിൻ്റെ കെമിക്കൽ ഫോർമുല H2O, അതേപോലെ തന്നെ വാട്ടർ വേപ്പറിൻ്റെ കെമിക്കൽ ഫോർമുല H2O. ജസ്റ്റ് ഒരു സ്റ്റേറ്റ് ചേഞ്ച്, അതായത് സോളിഡ് സ്റ്റേറ്റ് എന്തായി മാറി? ലിക്വിഡ് സ്റ്റേറ്റ്, സോളിഡ് അല്ലല്ലോ, ലിക്വിഡ് സ്റ്റേറ്റ് എന്തായിട്ട് മാറി? വേപ്പർ സ്റ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇവിടെ പുതിയ ഒരു സബ്സ്റ്റൻസും ഉണ്ടാകുന്നില്ല. എല്ലാം എന്താണ്? വെള്ളം തന്നെയാണ്. ജസ്റ്റ് ഒരു സ്റ്റേറ്റ് ചേഞ്ച് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. സോ വി ക്യാൻ സേ ദിസ് ഇസ് എ ഫിസിക്കൽ ചേഞ്ച്. എന്തുകൊണ്ടാണ്? ഇറ്റ് ഇസ് എ ടെമ്പററി ചേഞ്ച്. ദ ചേഞ്ച് ക്യാൻ ബി റിവേഴ്സ്ഡ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. എങ്ങനെ മാറ്റാം? വാട്ടറിനെ വാട്ടർ വേപ്പർ ആക്കാം. അതിനെ തിരിച്ചെന്താക്കാം? അതിനെ ഒന്ന് കൂൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് വാട്ടറാക്കി മാറ്റാനും സാധിക്കും. സോ ആൻഡ് ദർ ഈസ് നോ ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ്. ഒരു പുതിയ സബ്സ്റ്റൻസും ഇവിടെ ഉണ്ടാകുന്നില്ല. ഇനി നോക്കിക്കേ, ഇവിടെ മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കിക്കേ. മൂന്നാമത്തെ എക്സാമ്പിളിൽ എന്താണ് ചെയ്യുന്നത്? ഒരു പേപ്പർ രണ്ടായിട്ട് മുറിക്കുകയാണ്, കീറുകയാണ് അല്ലേ? അപ്പോൾ രണ്ടായിട്ട് മുറിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതിന് ചെറുതായിട്ട് 2 പേപ്പർ കഷ്ണങ്ങൾ നമുക്ക് കിട്ടും.
അത് എങ്ങനെയായിരിക്കും? ഒറിജിനൽ സബ്സ്റ്റൻസിന് സെയിം തന്നെയായിരിക്കും അതിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും അല്ലേ? അതിനെ കാണാൻ ഒറിജിനൽ സബ്സ്റ്റൻസ് പോലെ, പിന്നെ എന്താണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒറിജിനൽ സബ്സ്റ്റൻസ് പോലെ, അതായത് ആ വലിയ പേപ്പർ പോലെ അല്ലേ? എല്ലാം സെയിം തന്നെയായിരിക്കും. ഒരു പുതിയ ഒരു സബ്സ്റ്റൻസും അവിടെ ഉണ്ടാകുന്നില്ല, പഴയ സബ്സ്റ്റൻസ് തന്നെയാണ്. എന്താ സംഭവിച്ചത്? അതിൻ്റെ വലിപ്പം ഒന്ന് കുറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഏത് ചേഞ്ചാണ്? അത് ഫിസിക്കൽ ചേഞ്ചാണ്. അപ്പോൾ ഫിസിക്കൽ ചേഞ്ച് മനസ്സിലായല്ലോ. എന്താണ് ഫിസിക്കൽ ചേഞ്ച്? ഫിസിക്കൽ ചേഞ്ചസ് ആർ ടെമ്പററി ചേഞ്ചസ് വിച്ച് ക്യാൻ ബി റിവേഴ്സ്ഡ് ടു ഫോം ഒറിജിനൽ സബ്സ്റ്റൻസ്. നോ ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോം ഹിയർ. മനസ്സിലായില്ലേ? ഇനി നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് കെമിക്കൽ ചേഞ്ചസ് ആണ്. കെമിക്കൽ ചേഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് ഓഫ് ഫിസിക്കൽ ചേഞ്ച്. അപ്പോൾ എന്തായിരിക്കും ഓപ്പോസിറ്റ് ഓഫ് ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ ടെമ്പററി ചേഞ്ച് ആണെങ്കിൽ കെമിക്കൽ ചേഞ്ച് എന്തായിരിക്കും? ഇറ്റ് ഈസ് എ പെർമനന്റ് ചേഞ്ച് വിച്ച് ക്യാൻ ബി റിവേഴ്സ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാൻ പറ്റും ഫിസിക്കൽ ചേഞ്ച്. പക്ഷെ അന്നേരം കെമിക്കൽ ചേഞ്ച് എന്തായിരിക്കും? നമ്മുടെ ഫിസിക്കൽ ചേഞ്ചിന്റെ നേരെ ഓപ്പോസിറ്റ്, ഇറ്റ് കനോട്ട് ബി റിവേഴ്സ്ഡ് വരും. ഇവിടെ എങ്ങനെയാണ്? നോ ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ്. പുതിയതായിട്ട് ഒരു സബ്സ്റ്റൻസും ഉണ്ടാകുന്നില്ല എന്നാണ് ഫിസിക്കൽ ചേഞ്ച് പറയുന്നത്. കെമിക്കൽ ചേഞ്ചിൽ അപ്പോൾ എങ്ങനെയായിരിക്കും? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരും. ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ്. അപ്പോൾ നമുക്ക് ഡെഫിനിഷൻ നോക്കാം. കെമിക്കൽ ചേഞ്ചസ് ആർ പെർമനന്റ് ചേഞ്ചസ് വിച്ച് കനോട്ട് ബി റിവേഴ്സ്ഡ് ടു ഫോം ദ ഒറിജിനൽ സബ്സ്റ്റൻസ്. എ ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ് ഹിയർ. ഇവിടെ എന്താണ്? ഒരു പുതിയ സബ്സ്റ്റൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ, ബേണിംഗ് ഓഫ് പേപ്പർ. ഈ എക്സാമ്പിൾ നമ്മൾ നോക്കുമ്പോൾ പേപ്പർ എന്തായി മാറുകയാണ്? പേപ്പർ ചേഞ്ചസ് ടു ആഷ്. അതായത് ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഒരു ന്യൂ സബ്സ്റ്റൻസ് കിട്ടി അല്ലേ? ഇനി നോക്കിക്കേ, ഈ ചേഞ്ച് ഇറ്റ് കനോട്ട് ബി റിവേഴ്സ്ഡ്. ഇതിനെ നമുക്ക് തിരിച്ച് പേപ്പർ ആക്കാൻ പറ്റുമോ? ഇല്ല. അതായത് ഇത് പെർമനന്റ് ചേഞ്ച് ആണ് അല്ലേ? ഇത് പെർമനന്റ് ചേഞ്ച് ആണ് ആൻഡ് ഇറ്റ് കനോട്ട് ബി റിവേഴ്സ്. സോ ദിസ് ടൈപ്പ് ഓഫ് ചേഞ്ച് ഈസ് കോൾഡ് കെമിക്കൽ ചേഞ്ച്. അപ്പോൾ നമുക്ക് കെമിക്കൽ ചേഞ്ചിന്റെ ഡെഫിനേഷൻ ഒന്നുകൂടെ നോക്കാം. കെമിക്കൽ ചേഞ്ചസ് ആർ പെർമനന്റ് ചേഞ്ചസ് വിച്ച് കനോട്ട് ബി റിവേഴ്സ്ഡ് ടു ഫോം ദ ഒറിജിനൽ സബ്സ്റ്റൻസ്. എ ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോം ഹിയർ. നെക്സ്റ്റ് എക്സാമ്പിൾ, ദ സെറ്റിംഗ് ഓഫ് മിൽക്ക് ഇൻ ടു കേർഡ്. മിൽക്കിനെ എന്താക്കി മാറ്റും? നമ്മൾ തൈരാക്കി മാറ്റുന്ന റിയാക്ഷൻ. ഇവിടെ തൈര് എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, കേർഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ന്യൂ സബ്സ്റ്റൻസ് ആൻഡ് ഇറ്റ് ഈസ് എ പെർമനന്റ് ചേഞ്ച്. ഇതൊരു പെർമനന്റ് ചേഞ്ചും കൂടിയാണ്. ഇറ്റ് കനോട്ട് ബി റിവേഴ്സ്ഡ് ബാക്ക് ടു മിൽക്ക്. നമുക്ക് കേർഡിനെ ഒരിക്കലും എന്താക്കി മാറ്റാൻ പറ്റില്ല? മിൽക്കായിട്ട് മാറ്റാൻ പറ്റത്തില്ല. സോ ദിസ് ഈസ് എ കെമിക്കൽ ചേഞ്ച്. അപ്പൊ ഇതിന് എന്താണ് നമ്മൾ പറയുന്നത്? ഒരു കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും നമ്മൾ കണ്ടു. ഫിസിക്കൽ ചേഞ്ച് എന്താണ്? ഇറ്റ് ഈസ് ടെമ്പററി ചേഞ്ച് ആൻഡ് ഇറ്റ് ക്യാൻ ബി റിവേഴ്സ്ഡ്. നോ ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ് there. ആൻഡ് കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ പെർമനന്റ് ചേഞ്ച്. ഇറ്റ് കനോട്ട് ബി റിവേഴ്സ്ഡ് ആൻഡ് എ ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ് ഹിയർ. അപ്പൊ അത് രണ്ടും മനസ്സിലായോ? ഇനി നമ്മൾ നമ്മുടെ ചാപ്റ്ററിനകത്തോട്ട് പോകാൻ പോവാണ്. ചാപ്റ്റർ എന്തായിരുന്നു? കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ്. അപ്പോൾ ഇതിൽ നമ്മൾ കെമിക്കൽ റിയാക്ഷൻ എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ കെമിക്കൽ ചേഞ്ച് തന്നെയാണ്. ഓക്കെ, കെമിക്കൽ ചേഞ്ചസ് ആർ ഓൾസോ കോൾഡ് കെമിക്കൽ റിയാക്ഷൻ. The chemical reactions are permanent changes which cannot be reversed to form the original substance. അപ്പോൾ എന്ത് തന്നെയാണ്? കെമിക്കൽ ചേഞ്ച് തന്നെയാണ് കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ അത് തന്നെ, അത് പെർമനന്റ് ചേഞ്ച് ആയിരിക്കും which cannot be reversed to form original substance. ഇവിടെ എന്തുണ്ടാകും? A new substance is formed. അല്ലേ? ഒരു ന്യൂ സബ്സ്റ്റൻസും കൂടി ഇവിടെ ഉണ്ടാകും. അപ്പം അങ്ങനെയുള്ള ചേഞ്ചസ്, അങ്ങനെയുള്ളതിനെയാണ് എന്തെന്ന് പറയുന്നത്? കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഇനി കെമിക്കൽ റിയാക്ഷൻ ഇപ്പം നമ്മൾ ഡെയിലി ലൈഫ് എക്സാമ്പിൾസ് ആണ്. ബേണിംഗ് ഓഫ് പേപ്പർ, സെറ്റിംഗ് ഓഫ് മിൽക്ക് ഇൻ ടു കേർഡ് എന്നൊക്കെ പറയുന്നത്. നിങ്ങളുടെ പുസ്തകത്തിനകത്ത് ആക്ടിവിറ്റി 1.1 ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് എക്സാമ്പിൾ. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതൊരു കെമിക്കൽ റിയാക്ഷൻ ആണ്. ഓക്കെ, അതെന്താണ് പറയുന്നത് വെച്ചാൽ, ക്ലീൻ എ മഗ്നീഷ്യം റിബൺ അബൌട്ട് 3 to 4 centimeter ലോങ് ബൈ റബ്ബിംഗ് ഇറ്റ് വിത്ത് എ സാൻഡ് പേപ്പർ. ഒരു 3-4 സെന്റിമീറ്റർ ലോങ് ആയിട്ടുള്ള ഒരു മഗ്നീഷ്യം റിബൺ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്.
ഇതാണ് ഈ വയർ പോലത്തെ ഈ സാധനമാണ് എന്ത് മഗ്നീഷ്യം റിബൺ. അതിന്റെ ഒരു എന്താണ് ചെറിയൊരു പീസ് എടുക്കാനാണ് പറയുന്നത്. എന്നിട്ട് എന്താണ് റബ്ബിങ് ഇറ്റ് വിത്ത് സാൻഡ് പേപ്പർ. അതിനെ എന്തുകൊണ്ട് റബ്ബ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? സാൻഡ് പേപ്പർ ഇട്ട് റബ്ബ് ചെയ്യണം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താണ്? അത് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ഈ ക്ലീൻ ചെയ്യുന്ന എന്തിനാണെന്നറിയാമോ? മഗ്നീഷ്യം റിബൺ. ഈ മഗ്നീഷ്യം റിബണിന്റെ മേളില് ഇത് നമ്മൾ അറ്റ്മോസ്ഫിയറുമായിട്ട് എക്സ്പോസ് ചെയ്ത് വെച്ചിരുന്നാൽ, അതായത് എയറുമായിട്ട് എക്സ്പോസ് ചെയ്ത് വെച്ചിരുന്നാൽ അതിൻ്റെ പുറമെ ഒരു ഓക്സൈഡ് ലെയർ ഫോം ചെയ്യും. കാരണം മഗ്നീഷ്യം എന്ന് പറയുന്നത് ഹൈലി റിയാക്റ്റീവ് ആണ്. അപ്പോൾ അതെന്ത് ചെയ്യും? ഈ അറ്റ്മോസ്ഫിയറിലെ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പുറമെ എന്തുണ്ടാകും? ഒരു ലെയർ ഉണ്ടാകും. നമ്മൾ റസ്റ്റിംഗ് ഒക്കെ കണ്ടില്ലേ? സെയിം പോലെ തന്നെ ഒരു പുറമെ ഒരു ലെയർ ഉണ്ടാകും. ആ ലെയർ മഗ്നീഷ്യം ഓക്സൈഡ് കൊണ്ടുള്ള ലെയറാണ്. ഓക്കെ, അത് പ്രൊട്ടക്റ്റീവ് ലെയറാണ്. കാരണം ഈ ലെയർ ഇവിടെ ഉള്ളത് കൊണ്ട് ഫർദർ റിയാക്ഷന് ഇതെന്താ ചെയ്യത്തില്ല, വിധേയമാകത്തില്ല. ഇത് വീണ്ടും വീണ്ടും റിയാക്ട് ചെയ്യത്തില്ല. അപ്പൊ ആ അകത്തുള്ള ആ മഗ്നീഷ്യത്തിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലെയർ ആയിട്ട് ഈ MgO, അതായത് മഗ്നീഷ്യം ഓക്സൈഡ് എന്ത് ചെയ്യും? അത് ആക്ട് ചെയ്യും. ഓക്കെ, സോ ഈ ലെയർ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മളിവിടെ ബേൺ ചെയ്യാനാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ബേൺ ഇറ്റ് യൂസിങ് എ സ്പിരിറ്റ് ലാമ്പ്. ആ ബേണിംഗ് പ്രോസസ്സിനെ അത് തടസ്സപ്പെടുത്തും, ആ ലെയർ. സോ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മഗ്നീഷ്യം റിബൺ ഒരു സാൻഡ് പേപ്പർ വെച്ച് നന്നായിട്ട് റബ്ബ് ചെയ്യുന്നത്, ആ ലെയർ റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടി. ഓക്കെ, അങ്ങനെ ആ ലെയർ റിമൂവ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മളിതാ എ പെയർ ഓഫ് ടോങ്സ് യൂസ് ചെയ്ത് ഓക്കെ അതൊന്ന് ബേൺ ചെയ്യുക യൂസിങ് എ സ്പിരിറ്റ് ലാമ്പ്. ഇത് സ്പിരിറ്റ് ലാമ്പ് അല്ല, ഇത് ബേണറാണ്. ഈ ബേണറിന്റെ മുന്നിലോട്ട് നമ്മൾ ആ മഗ്നീഷ്യം റിബണിന്റെ ഒരു ചെറിയ പീസ് ടോങ്സ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, കത്രിക പോലെ ഇരിക്കുന്ന ഈ ഒരു സ്ട്രക്ചറാണ് ടോങ്സ് എന്ന് പറയുന്നത്. ഇത് വെച്ച് തീയിൽ കാണിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഒബ്സർവേഷൻ എഴുതുക. വാട്ട് ഡു യു ഒബ്സർവ്? ഒബ്സർവേഷൻ ഈസ്. അത് ബേൺ ചെയ്യുമല്ലോ, ബേൺ ചെയ്യും. നല്ല പെട്ടെന്ന് എന്താണ്, തീ പിടിച്ച് കത്തി ബേൺ ചെയ്യും. ആൻഡ് ഇറ്റ് ബേൺസ് വിത്ത് എ ഡാസ്ലിംഗ് വൈറ്റ് ലൈറ്റ്. എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നല്ല നല്ല വെളുത്ത ഒരു പ്രകാശം ഇങ്ങനെ ഉണ്ടാകും. ഓക്കെ, ആ പ്രകാശം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണ് അടുത്ത് നമുക്ക് കണ്ണിൽ നേരിട്ട് കണ്ടു കഴിയുമ്പോൾ കണ്ണിന് കേടാകും. അത്രയും എന്താണ്, ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള പ്രകാശമാണ്. ഓക്കെ, എന്നിട്ട് ആഫ്റ്റർ ദ ബേണിംഗ് വാട്ട് ഹാപ്പൻഡ്? ആഷ് ഉണ്ടാകും. നോക്കിക്കേ, ഇതാണ് അത്. മഗ്നീഷ്യം റിബൺ ബേൺ ചെയ്തതിന് ശേഷം ആഷ് ഇവിടെ ഉണ്ടായി. ഈ ആഷിന്റെ കളർ എന്താന്ന് നോക്കിക്കേ, എന്താണ്? ഇറ്റ് ഈസ് വൈറ്റ്. കണ്ടോ, വെളുത്ത കളറിലുള്ള ആഷാണ് ഇവിടെ ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? ഈ ഉണ്ടാകുന്ന ഈ പ്രോഡക്റ്റ്, ഈ ആഷ് എന്ന് പറയുന്നത് MgO, അതായത് മഗ്നീഷ്യം ഓക്സൈഡ് ആണ്. എന്താണ് ഉണ്ടാകുന്നത്? മഗ്നീഷ്യം ഓക്സൈഡ്. അപ്പൊ മഗ്നീഷ്യം റിബൺ ബേൺ ചെയ്യുമ്പോൾ, ബേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ദ റിയാക്ഷൻ വിത്ത് ഓക്സിജൻ ഈസ് കോൾഡ് ബേണിംഗ്. അപ്പൊ മഗ്നീഷ്യം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് എന്തുണ്ടായി? മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടായി. എ ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ്. ഇവിടെ എന്താണ് ഉണ്ടായത്? ഒരു ന്യൂ സബ്സ്റ്റൻസ് ആണ് ഉണ്ടായത്. പിന്നെ എന്താണ്? ഇറ്റ് ഈസ് എ പെർമനന്റ് ചേഞ്ച്. പെർമനന്റ് ആയിട്ടുള്ള ചേഞ്ച് ആണ്. വി കനോട്ട് ഗെറ്റ് മഗ്നീഷ്യം റിബൺ ബാക്ക് ഫ്രം ദിസ് വൈറ്റ് ആഷ്. നമുക്ക് കിട്ടുമോ മഗ്നീഷ്യം റിബൺ ഇതിൽ നിന്നും തിരിച്ചു കിട്ടുമോ? ഇല്ല. സോ ഇറ്റ് ഈസ് എ പെർമനന്റ് ചേഞ്ച് ആൻഡ് ഇറ്റ് cannot be reversed. So such type of changes are called chemical changes, and the chemical changes are also called chemical reactions. മനസ്സിലായല്ലോ? അപ്പൊ ഇത് കെമിക്കൽ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. ഇനി ഈ ആക്ടിവിറ്റിയുടെ ഡിസ്ക്രിപ്ഷൻ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇവിടെ സംഭവിച്ചെന്നുള്ളത് പറഞ്ഞിരിക്കുകയാണ്. വെൻ എ മഗ്നീഷ്യം റിബൺ ഈസ് ബേൺഡ് in oxygen, it gets converted to magnesium oxide. എന്തായി മാറി? അത് മഗ്നീഷ്യം ഓക്സൈഡ് ആയിട്ട് മാറി. മനസ്സിലായോ? മഗ്നീഷ്യം ഓക്സൈഡ് ആയി മാറി. ഇനി നമ്മൾ ഇത് നോക്കിക്കേ, ഇത് വളരെ വലിയ സെന്റൻസ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഈ റിയാക്ഷനെ എന്താണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതാണ് ഇത്. കണ്ടോ, ഭയങ്കര ലെങ്തി സെന്റൻസ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. സോ ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് ദീസ് ലെങ്തി സെന്റൻസസ്, I can represent this equation using words. കുറച്ച് വേർഡ്സ് വെച്ചിട്ട് എനിക്ക് ഈ റിയാക്ഷൻ എഴുതാവുന്നതേ ഉള്ളൂ. നോക്കിയേ, എങ്ങനെയാ ഞാൻ വേർഡ്സ് വെച്ച് ഈ റിയാക്ഷൻ എഴുതുന്നത് നോക്കിയേ. മഗ്നീഷ്യം റിയാക്റ്റഡ് വിത്ത് ഓക്സിജൻ. സോ റിയാക്ഷൻ ഞാൻ കാണിച്ചിരിക്കുന്നത് എന്താണ്? ഒരു പ്ലസ് ഇട്ട് കൊടുത്തു അല്ലേ? Then it gives
magnesium oxide. നോക്കിയേ, മഗ്നീഷ്യം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടായി എന്ന ഈ ഡിസ്ക്രിപ്ഷൻ ഞാൻ കുറച്ച് വേർഡ്സ് വെച്ച് ദാ ഇങ്ങനെ എഴുതി. ഇതിന്റെ അർത്ഥം എന്താണ്? മഗ്നീഷ്യം റിയാക്റ്റഡ് വിത്ത് ഓക്സിജൻ ആൻഡ് we get a new product, magnesium oxide, right? So such type of representation of chemical reaction is called chemical equation. അങ്ങനെ കെമിക്കൽ റിയാക്ഷനെ നമ്മളിങ്ങനെ സിമ്പിൾ ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ റെപ്രസെന്റ് ചെയ്ത് എങ്ങനെയാണ്? ഐ എം യൂസിങ് വേർഡ്സ്, അല്ലേ? I represent the chemical reaction using some words. Such type of chemical equations, I mean chemical reactions are called a word equation. Okay, words വെച്ച് represent ചെയ്യുന്ന chemical reactionയാണ് നമ്മൾ word equation എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതിനെ കെമിക്കൽ ഇക്വേഷൻ എന്നാണ് പറയുന്നത്. അത് നമ്മൾ വേർഡ് യൂസ് ചെയ്തു. സോ ഇറ്റ് ഈസ് കോൾഡ് വേർഡ് ഇക്വേഷൻ. ഇനി വീണ്ടും എനിക്കിതിനെ ചെറുതാക്കാൻ പറ്റും. എങ്ങനെയാണെന്നറിയാവോ? ഈ മഗ്നീഷ്യത്തിന്റെ സിമ്പൽ യൂസ് ചെയ്ത് എഴുതിയാൽ മതി. എന്താണ് മഗ്നീഷ്യത്തിന്റെ സിമ്പൽ? Mg. ഓക്സിജന്റെ സിമ്പൽ എന്താണ്? O. ഇത് ഓക്സിജൻ മോളിക്യൂൾ ആയതുകൊണ്ട് O2. മഗ്നീഷ്യം ഓക്സൈഡിന്റെ സിമ്പൽസ് എന്തൊക്കെയാണ്? MgO. ഇതാണ് മഗ്നീഷ്യം ഓക്സൈഡിന്റെ സിമ്പൽ. നോക്കിക്കേ, ഈ വേർഡ് ഇക്വേഷനെ ഞാൻ എന്ത് ചെയ്തു? വീണ്ടും ചെറുതാക്കി. അപ്പൊ ഇങ്ങനെ സിമ്പിൾസ് യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് സിംബോളിക് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതും കെമിക്കൽ ഇക്വേഷൻ ആണ്. കോമൺ ഫോം നമ്മൾ എപ്പോഴും എടുക്കുന്ന കെമിക്കൽ ഇക്വേഷൻ ഇതാണ് കേട്ടോ. ഇതാണ് കെമിക്കൽ ഇക്വേഷൻ. സിംബോളിക് റെപ്രസെന്റേഷൻ ആണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? സോ വി ക്യാൻ റെപ്രസെന്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഇൻ 2 different ways, word equation and symbolic representation. In the first equation, words are used, and in second, symbols of substances are used to write the chemical equation. ആദ്യത്തേതിനകത്ത് എന്ത് ചെയ്തു? വേർഡ്സ് ആണ് ഞാൻ യൂസ് ചെയ്തത് കേട്ടോ. ഇവിടെ എന്താണ് യൂസ് ചെയ്തത്? സിമ്പിൾസ് ആണ് യൂസ് ചെയ്തത്. For convenience, the symbol of substance is used to represent the chemical equation. Chemical equationന്റെ സാധാരണ നമ്മൾ എന്താണ് symbolic representation ആണ് എടുക്കുന്നത്. ഇപ്പൊ ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻസ് gives H2O. ഇതെങ്ങനെയാ പറയുന്നത്? ഹൈഡ്രജൻ റിയാക്റ്റഡ് വിത്ത് ഓക്സിജൻ ആൻഡ് ദെൻ ഫോംസ് എ ന്യൂ സബ്സ്റ്റൻസ് വാട്ടർ H2O. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? ഇങ്ങനെ ചെറുതായിട്ട് സിംബോളിക് റെപ്രസെന്റേഷനിൽ എഴുതിയിരിക്കുന്നതാണ്. അപ്പൊ ഇതാണ് കെമിക്കൽ ഇക്വേഷൻ. കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിലാണ്. സിംബോളിക് റെപ്രസെന്റേഷൻ വെച്ചാണ് കെമിക്കൽ ഇക്വേഷൻ നമ്മൾ പറയുന്നത്. ഇനി the arrow shows the direction of chemical reaction. ഈ ആരോ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഏത് സൈഡിലോട്ടാണ്, ഏത് ഡയറക്ഷനിലോട്ടാണ് കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്നതിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ ആരോ യൂസ് ചെയ്യുന്നത്. So we can say the definition of a chemical equation. Okay, it is a way to represent the chemical reaction in a concise and informative way. വളരെ കൺസൈസും ഇൻഫർമേഷനും നമുക്ക് ഇതിൽ നിന്ന് നോക്കാൻ കിട്ടും. ഓക്കെ, അതിന് കെമിക്കൽ റിയാക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. വി ക്യാൻ റെപ്രസെന്റ് എ കെമിക്കൽ റിയാക്ഷൻ ഇൻ എ സിമ്പിൾ വേ. ദാറ്റ് ഈസ് കോൾഡ് കെമിക്കൽ ഇക്വേഷൻ. അണ്ടർസ്റ്റുഡ്? ഇനി നോക്കിയേ, വേർഡ് ഇക്വേഷൻ. വേർഡ് ഇക്വേഷൻ നമ്മൾ ഒന്നുകൂടി എടുക്കുകയാണ്. മഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ ഗീവ്സ് മഗ്നീഷ്യം ഓക്സൈഡ്. ഇനി നമ്മൾ ഈ ഇക്വേഷനെ ഈ ആരോ മാർക്കിന് ഇവിടെ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പൊ ഈ ആരോ മാർക്കിന്റെ ഇപ്പുറത്തെ സൈഡ് നമ്മുടെ ഏത് സൈഡാണ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, LHS അല്ലെ. ഇനി ഇപ്പുറത്തെ സൈഡ് എന്താണ്? നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ്, RHS. ഇനി ഈ LHS നോക്കിയേ, ഇവിടെ നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ വി ക്യാൻ സീ ദ സബ്സ്റ്റൻസ് ദാറ്റ് ടേക്ക് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്? ഏത് സബ്സ്റ്റൻസ് ആണോ റിയാക്ഷനിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നത്, അതായത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, അവരെ നമുക്ക് കാണാൻ സാധിക്കും ഈ സൈഡിൽ. അങ്ങനെ നമുക്ക് എന്താണ് പറയുന്നത്? കെമിക്കൽ സബ്സ്റ്റൻസ് ദാറ്റ് ടേക്ക് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ഈസ് കോൾഡ് റിയാക്ടന്റ്. ഏത് കെമിക്കൽ സബ്സ്റ്റൻസ് ആണോ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് അവരെ പറയുന്ന പേരാണ് എന്ത്? റിയാക്ടൻസ്. ഇനി ആഫ്റ്റർ ദ റിയാക്ഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ വി വിൽ ഗെറ്റ് എ ന്യൂ പ്രോഡക്റ്റ്. നമുക്കൊരു ന്യൂ
ന്യൂ സബ്സ്റ്റൻസ്, ഒരു സബ്സ്റ്റൻസ് കിട്ടും അല്ലേ? ആഫ്റ്റർ ദ റിയാക്ഷൻ എ ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോം. ദാറ്റ് സബ്സ്റ്റൻസ് ഈസ് കോൾഡ് പ്രോഡക്റ്റ്. അപ്പൊ ആ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം റിയാക്റ്റൻസും പ്രോഡക്ട്സും എന്താന്ന് മനസ്സിലായല്ലോ. ദ സബ്സ്റ്റൻസ് which take part in a chemical reactions are called reactants. The new substance produced as a result of chemical reactions are called product. The burning of magnesium in the air to form the magnesium oxide is an example of chemical reaction. അത് നമുക്കറിയാം അല്ലേ? ഐഡന്റിഫൈ ദ റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്റ്റ്. ഇതിൽ നിന്നും റിയാക്റ്റൻസും പ്രോഡക്റ്റും ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായിരിക്കും ടേക്ക് പാർട്ട് ചെയ്യുന്നത്? ഏതാ റിയാക്ഷനിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നത്? ഇത്. So, this is reactants. After the reaction, a new substance is formed. അത് ഏതാണ്? MgO, magnesium oxide. So, that is product. അത് ക്ലിയർ ആയല്ലോ. റിയാക്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ദ റിയാക്ഷൻ നമുക്ക് കിട്ടുന്ന ന്യൂ സബ്സ്റ്റൻസ്. അപ്പം അത് തമ്മിൽ എന്താണ് ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചോണം. ഇനി നോക്കിയേ, ഇത് ഒരു വേർഡ് ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. ഇതിലെ റിയാക്റ്റൻസും പ്രോഡക്റ്റും ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് പറഞ്ഞേ. ഏതാണ്? ദ റിയാക്റ്റൻസ് ആർ ദാറ്റ് ടേക്ക് പാർട്ട് ഇൻ എ റിയാക്ഷൻ, റൈറ്റ്? അത് ഏതൊക്കെയാണ്? സിങ്കും സൾഫ്യൂരിക് ആസിഡും. അപ്പൊ ഇവിടുത്തെ റിയാക്റ്റൻസ് എന്ന് പറയുന്നത് സിങ്കും സൾഫ്യൂരിക് ആസിഡുമാണ്. ഇനി ആഫ്റ്റർ ദ റിയാക്ഷൻ, ഈ റിയാക്ഷൻ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയ സബ്സ്റ്റൻസസ് ഏതൊക്കെയാണ്? ഇവിടെ 2 എണ്ണം നമുക്ക് കിട്ടി. നേരത്തെ ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? പക്ഷെ ഇവിടെ നമുക്ക് 2 എണ്ണം കിട്ടി. ഇവിടെ സിങ്ക് സൾഫേറ്റും ഉണ്ടായി, ഹൈഡ്രജനും ഉണ്ടായി. സോ ഈ 2 എണ്ണമാണ് എന്ത്? പ്രോഡക്ട്സ്. ഇതെന്താണ്? റിയാക്ഷനിൽ ടേക്ക് പാർട്ട് ചെയ്തു. സോ ദിസ് ഈസ് കോൾഡ് റിയാക്റ്റൻസ്. ആഫ്റ്റർ ദ റിയാക്ഷൻ വി വിൽ ഗെറ്റ് എ ന്യൂ പ്രോഡക്റ്റ് ഈസ് ഫോംഡ്. ഇവിടെ എ അല്ല, ഒരെണ്ണം അല്ല. After the reaction, 2 new substances are formed, right? These are called products. Okay, മനസ്സിലായല്ലോ. ഇനി how to determine whether a chemical reaction has taken place. എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു കഴിഞ്ഞു എന്ന്? അതല്ലെങ്കിൽ how to recognize a chemical reaction or how to identify a chemical reaction. എങ്ങനെയാണ് നിങ്ങൾ ഒരു കെമിക്കൽ റിയാക്ഷൻ ഐഡന്റിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യുന്നത്? ഒരു 5 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, 5 സവിശേഷതകളുണ്ട് ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. ഫസ്റ്റ് വൺ, എവല്യൂഷൻ ഓഫ് ഗ്യാസ്. എവല്യൂഷൻ ഓഫ് ഗ്യാസ് മീൻസ് ഫോർമേഷൻ ഓഫ് ഗ്യാസ്. ഒരു ഗ്യാസ് ഉണ്ടാവണം. ചേഞ്ച് ഇൻ കളർ, കളർ ചേഞ്ച് സംഭവിക്കണം. ചേഞ്ച് ഇൻ സ്റ്റേറ്റ്, സ്റ്റേറ്റ് മീൻസ് സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, ഗേഷ്യസ് സ്റ്റേറ്റ്. ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ സ്റ്റേറ്റ് ചേഞ്ച് സംഭവിക്കണം. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യണം. ഒന്നെങ്കിൽ റൈസ് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് താഴോട്ട് പോകണം, കുറയണം. അപ്പം അങ്ങനെ ഒരു മാറ്റം സംഭവിച്ചാൽ നമുക്ക് എന്ത് പറയാം? കെമിക്കൽ റിയാക്ഷൻ നടന്നു. ഐഡന്റിഫൈ ചെയ്യാം നമുക്കൊരു കെമിക്കൽ റിയാക്ഷൻ. ഇനി ഫോർമേഷൻ ഓഫ് പ്രസിപ്പിറ്റേറ്റ്. പ്രസിപ്പിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് മാസ് ആണ്, അത് ഉണ്ടാവണം. അപ്പം അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് പറയാം. നമുക്കിതെല്ലാം ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യമായിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ആണ്. ചേഞ്ച് ഇൻ സ്റ്റേറ്റിൽ ഇവിടെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത് ബേണിംഗ് ഓഫ് ക്യാൻഡിൽ ആണ്. ഓക്കെ, ബേണിംഗ് ഓഫ് ക്യാൻഡിൽ ആണ് കെമിക്കൽ ചേഞ്ച് ആയിട്ട് നമ്മൾ പറയുന്നത്. എന്താണ് കെമിക്കൽ ചേഞ്ച്? കെമിക്കൽ റിയാക്ഷൻ ആണ് അല്ലേ? സോ കെമിക്കൽ റിയാക്ഷൻ ആയിട്ട് ഇവിടെ നമ്മൾ പറയുന്നത് ബേണിംഗ് ഓഫ് ക്യാൻഡിൽ ആണ്. പക്ഷെ ഇതിനു മുമ്പ് നമ്മൾ ഫിസിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ പഠിച്ചപ്പോൾ മെൽറ്റിംഗ് ഓഫ് വാക്സ് പറഞ്ഞായിരുന്നു അല്ലേ? പക്ഷെ ഇവിടെ നമ്മൾ ബേണിംഗ് ഓഫ് വാക്സ് കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു. അതെന്താണ് തമ്മിലുള്ള ഡിഫറൻസ്? നോക്കിക്കേ, ഇവിടെ ഇത് വാക്സ് ആണ് അല്ലേ? വാക്സ് മെൽറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ സോളിഡ് ആയിട്ട് ഈ ഇരിക്കുന്ന വാക്സ് പയ്യെ 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 ഉരുകി എന്ത് ചെയ്തു? ലിക്വിഡായി. പിന്നെ എന്ത് ചെയ്തു? ഇച്ചിരി കൂടെ തണുത്ത് കഴിയുമ്പം എഗെയിൻ ഇറ്റ് ഫോംസ് സോളിഡ് വാക്സ്. സോ ഇവിടെ സ്റ്റേറ്റ് ചേഞ്ച് നടക്കുന്നുണ്ട്, പക്ഷെ പുതിയ പ്രോഡക്റ്റ് ഒന്നും ഇവിടെ ഉണ്ടാകുന്നില്ല. ഉണ്ടായോ? ഇല്ല അല്ലേ? ആ വാക്സ് തന്നെയാണ് ഫോം ചെയ്യുന്നത്. സോ മെൽറ്റിംഗ് ഓഫ് വാക്സ് ഈസ് ഫിസിക്കൽ ചേഞ്ച്. പക്ഷേ ബേണിംഗ് നടക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന കുറച്ച് വാക്സ് എന്ത് സംഭവിച്ചു? ബേൺ ചെയ്തു പോയി അല്ലേ? അത് കത്താൻ തുടങ്ങി. കത്തി കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടായെന്ന് നോക്കിയേ, സോളിഡ് ആയിട്ടുള്ള വാക്സ് എന്തായിട്ടൊക്കെ മാറി? ഇറ്റ് ചേഞ്ചസ് ഇൻ ടു വാട്ടർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആയിട്ട് മാറി.
ഇതിലെ വാട്ടർ എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്. ആൻഡ് വാട്ട് അബൌട്ട് കാർബൺ ഡൈ ഓക്സൈഡ്? അത് ഏത് സ്റ്റേറ്റിലാണ്? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, അത് ഗ്യാസ് ആണ്. അപ്പൊ സോളിഡ് ആയിട്ടിരുന്ന വാക്സ് എന്തായിട്ട് മാറി? ലിക്വിഡ് ആയിട്ടും ഗ്യാസ് ആയിട്ടും മാറി. ചേഞ്ച് ഇൻ സ്റ്റേറ്റ് സംഭവിച്ചു അല്ലേ? അപ്പൊ ഇവിടെ നോക്കിക്കേ, പുതിയ പ്രോഡക്ട്സ് ആണ് ഉണ്ടായത്, വെള്ളവും കാർബൺ ഡൈ ഓക്സൈഡും. മെൽറ്റിംഗ് ഓഫ് വാക്സിൽ പുതിയ പ്രോഡക്ട്സ് ഉണ്ടായിരുന്നോ? സ്റ്റേറ്റ് ചേഞ്ച് സംഭവിച്ചു, പക്ഷെ പുതിയ പ്രോഡക്ട്സ് ഒന്നും അല്ല ഉണ്ടായത്. സോ അതുകൊണ്ട് അത് ഫിസിക്കൽ ചേഞ്ച്. പക്ഷെ ബേണിംഗ് എന്താണ്? കെമിക്കൽ ചേഞ്ച് ആണ്. ഇവിടെ സോളിഡ് എന്തായി? സോളിഡ് വാക്സ് ചേഞ്ചസ് ടു വാട്ടർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ദീസ് ആർ ന്യൂ പ്രോഡക്ട്സ്. ഓക്കെ, ആൻഡ് ദിസ് റിയാക്ഷൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ചേഞ്ച് ഇൻ സ്റ്റേറ്റ്. ചേഞ്ച് ഇൻ സ്റ്റേറ്റ് വന്നു along with the formation of new product. So we can say it is a chemical change. ഇനി നെക്സ്റ്റ് ചേഞ്ച് ഇൻ കളർ ആണ്. ചേഞ്ച് ഇൻ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആക്ടിവിറ്റി 1.2 പറയുന്നത് ചേഞ്ച് ഇൻ കളറിന്റെ റിയാക്ഷൻ ആണ്. അതായത് ലെഡ് നൈട്രേറ്റ് എടുക്കുക, ലെഡ് നൈട്രേറ്റ് PbNO3 ട്വൈസ്. ഇതാണ് ലെഡ് നൈട്രേറ്റിന്റെ എന്ത് കെമിക്കൽ ഫോർമുല. അതിനെ പൊട്ടാസ്യം അയഡൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് എന്താണെന്നറിയാമോ? ലെഡ് നൈട്രേറ്റ് എന്ന് പറഞ്ഞാൽ കളർലെസ് സൊല്യൂഷൻ ആണ്. സോ കളർലെസ് സൊല്യൂഷൻ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ ഒരു കളർലെസ് സൊല്യൂഷൻ ആണ് ലെഡ് നൈട്രേറ്റ്. ഇതിനകത്തോട്ട് നമ്മൾ വേറൊരു കളർലെസ് സൊല്യൂഷൻ ആഡ് ചെയ്യും. വേറെ കളർലെസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം അയഡൈഡ്. ഇത് രണ്ടും കളർലെസ് ആണ്. പൊട്ടാസ്യം അയഡൈഡ് ആഡ് ചെയ്യാൻ പോവാണ്. സോ ആദ്യമേ ലെഡ് നൈട്രേറ്റ് എടുത്തു, പിന്നെ പൊട്ടാസ്യം അയഡൈഡ് ആഡ് ചെയ്തു. അപ്പൊ നോക്കിയേ, ഒരു യെല്ലോ കളേർഡ് കണ്ടോ, ആ സൊല്യൂഷൻ എന്ത് കളറായിട്ട് മാറി? ചേഞ്ചസ് ഇൻ ടു യെല്ലോ. ഓക്കെ, സോ we can say that this reaction, that means the reaction between lead nitrate and potassium iodide is characterized by change in color. ഇവിടെ കളർ ചേഞ്ച് നടന്നു. എന്നിട്ട് ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്താണെന്നറിയാവോ? PbI2, lead iodide പ്ലസ് പൊട്ടാസ്യം നൈട്രേറ്റ് KNO3. ഇതാണ് ഇവിടെ ഉണ്ടാകുന്ന ന്യൂ സബ്സ്റ്റൻസ്. ന്യൂ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഡക്റ്റ്. സോ ദീസ് ആർ ദ റിയാക്ടൻസ്. lead nitrate and potassium iodide are the reactants. After the reaction, these two substances are formed. That is lead iodide and potassium nitrate. Here, the lead iodide gives the yellow precipitate. Yellow color കൊടുക്കുന്ന ഏതാണ്? ഈ lead iodide ആണ്. ഓക്കെ, അപ്പൊ അത് കളർ ചേഞ്ച് ചെയ്തു. കളർ ചേഞ്ച് ചെയ്യുകയും ചെയ്തു. കണ്ടോ, രണ്ട് ന്യൂ സബ്സ്റ്റൻസ് ഉണ്ടാകുകയും ചെയ്തു. സോ നമുക്ക് എന്തായി? നമുക്ക് എന്ത് പറയാം? കളർ ചേഞ്ച് ചെയ്തെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് പറയാം. ഇനി നോക്കിക്കേ, റസ്റ്റിംഗ് എന്ന് പറയുന്നതും കളർ ചേഞ്ച് ആയിട്ടുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. അയൺ കണ്ടോ, പുതിയ അയൺ ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്തു? കുറേ നാൾ വെളിയിൽ വെച്ച് കഴിയുമ്പം അതിനകത്തുനിന്ന് ഈർപ്പവും ഓക്സിജനും ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്തത് ഈ ഒരു കളറിലോട്ട് മാറും അല്ലെ, അയൺ ഓക്സൈഡ് ആയിട്ട് മാറും. സോ ഇതും കളർ ചേഞ്ചിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഇനി അടുത്തത് പറയുന്നത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. കെമിക്കൽ റിയാക്ഷൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഇവിടെ ഏത് കെമിക്കൽ റിയാക്ഷൻ ആണെന്ന് അറിയാമോ പറയുന്നത്? ഇപ്പോൾ ഇവിടുത്തെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ക്വിക്ക് ലൈം. ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിൽ നമ്മൾ ഒരു റിയാക്ഷൻ കാണാൻ പോവുകയാണ്. CaO ക്വിക്ക് ലൈം എന്ന് പറയുന്നത് CaO കാൽസ്യം ഓക്സൈഡ്. ഇത് എന്തുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? വാട്ടറുമായിട്ട്. ഓക്കെ, നമ്മുടെ സാധാരണ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ആണ് സ്ലേക്ക് ലൈം. ഓക്കെ, സ്ലേക്ക് ലൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CaOH ട്വൈസ്. ഓക്കെ, ഈ റിയാക്ഷൻ നടക്കുമ്പോൾ സംഭവിക്കുന്ന എന്താണെന്നറിയാവോ? ഒരു റൈസ് ഇൻ ടെമ്പറേച്ചർ നടക്കും. അതായത് ഇതിനകത്ത് ഇട്ട് കഴിയുമ്പോൾ തന്നെ ഈ വെള്ളം കിടന്ന് ഇങ്ങനെ ബോയിൽ ചെയ്യാൻ തുടങ്ങും. ബോയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ തിളച്ച പോലെ തോന്നും നമുക്ക്. ചിലപ്പോൾ ചെറിയ എമൗണ്ട് ആഡ് ചെയ്താൽ ബബിൾസ് പോകുന്ന പോലെ നമുക്ക് കാണത്തുള്ളൂ. പക്ഷെ ഒരുപാട് കാൽസ്യം ഓക്സൈഡ് ഈ വെള്ളത്തിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ വെള്ളം കിടന്ന് തിളയ്ക്കുന്ന പോലെ തോന്നുന്നത്. സോ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ ഒരു ടെമ്പറേച്ചർ എന്താണ്? കൂടുതൽ ടെമ്പറേച്ചർ ഉണ്ടായി. റൈസ് ഇൻ ടെമ്പറേച്ചർ ഒക്കേഴ്സ്. ഓക്കെ, ഒരു ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടായി, അതും റൈസ് ആണ്.
ടെമ്പറേച്ചർ കൂടുകയാണ് ചെയ്തത്. മനസ്സിലായോ? ഇപ്പൊ നമുക്ക് ബെയർ ഹാൻഡ് വെച്ച് ഇവിടെ ഒന്നും തൊടാൻ പറ്റത്തില്ല. ഓക്കെ, ഇതിങ്ങനെ എന്താ ഒരു സൊല്യൂഷൻ ഉണ്ടായി, അതാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. കണ്ടോ, ഇതുപോലെ ഒരു ന്യൂ സബ്സ്റ്റൻസ് ഉണ്ടായി, അതാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഇനി ഇതിന് യൂസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് നമ്മൾ പെയിന്റ് അടിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇങ്ങനെ വൈറ്റ് വാഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ കാൽസ്യം ഹൈഡ്രോക്സൈഡിന്റെ ആ സൊല്യൂഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിന് എക്സാമ്പിൾ എന്താണ്? ക്വിക്ക് ലൈം added to water, what happened? Slaked lime formed. Okay, and this reaction is characterized by change in temperature, which is rise in temperature. Temperature കൂടും ഈ റിയാക്ഷൻ നടക്കുമ്പോൾ. അപ്പോൾ നമുക്ക് പറയാം അവിടെ ഈ റിയാക്ഷൻ നടന്നു എന്ന് പറയാം. ഇനി അടുത്തത് എവല്യൂഷൻ ഓഫ് ഗ്യാസ്. എവല്യൂഷൻ ഓഫ് ഗ്യാസ് എന്ന് പറയുമ്പോൾ ഒരു റിയാക്ഷനിൽ എന്തുണ്ടാകും? ഗ്യാസ് ഉണ്ടാകും. അപ്പൊ അവിടെ അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ സിങ്ക് ആൻഡ് സൾഫ്യൂരിക് ആസിഡ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എവല്യൂഷൻ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ്. ഇതാണ് സിങ്ക് ഗ്രാന്യൂൾ. ഈ സിങ്ക് ഗ്രാന്യൂൾ എന്ത് ചെയ്തു? H2SO4, അതായത് സൾഫ്യൂരിക് ആസിഡിലോട്ട് ഒഴുകി. ഇതാണ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിന്റെ കളർ എന്താണ്? ഇറ്റ് ഈസ് കളർലെസ് സൊല്യൂഷൻ. ഓക്കെ, ഇതിനകത്ത് നമ്മൾ എന്തിട്ട് കൊടുത്തു? ഈ സിങ്ക് ഗ്രാന്യൂൾസ് ഇട്ട് കൊടുത്തു. ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന പടം, ഇതാണ് കേട്ടോ. ആദ്യമേ ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡ് എടുക്കുക, അതിനകത്തോട്ട് നമ്മൾ എന്തിട്ട് കൊടുക്കുക? സിങ്ക് ഗ്രാന്യൂൾസ് ഇട്ട് കൊടുക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? റിയാക്ഷൻ ടേക്ക് പ്ലേസ് ആൻഡ് ദ ഫോർമേഷൻ ഓഫ് ന്യൂ സബ്സ്റ്റൻസസ് ഒക്കേഴ്സ്. ദ ന്യൂ സബ്സ്റ്റൻസസ് ആർ സിങ്ക് സൾഫേറ്റ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ്. ഇവിടെ എന്തുണ്ടായി? ഒരു ഗ്യാസ് ഫോം ചെയ്തു. ഇതിനകത്ത് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കുഞ്ഞു 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 ബബിൾസ് കാണാം, അല്ലേ? സോ ഈ ബബിൾസ് ആണ് ഹൈഡ്രജൻ ഗ്യാസ്. മനസ്സിലായോ? ഹൈഡ്രജൻ ഗ്യാസ് ഈസ് ഫോംഡ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ദിസ് റിയാക്ഷൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ എവല്യൂഷൻ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ്. ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടായി, അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് നമുക്ക് പറയാം. നമുക്ക് ഒരു കെമിക്കൽ റിയാക്ഷൻ ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ മനസ്സിലായല്ലോ. ഇനി ഏറ്റവും ലാസ്റ്റ് കാര്യം, ഫോർമേഷൻ ഓഫ് പ്രസിപ്പിറ്റേറ്റ്. പ്രസിപ്പിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് മാസിനെയാണ് നമ്മൾ പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത്. ദ കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ സൾഫ്യൂരിക് ആസിഡ് ആൻഡ് ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഫോർമേഷൻ ഓഫ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഓഫ് ബേരിയം സൾഫേറ്റ്. അതായത് ബേരിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞ ഒരു സൊല്യൂഷൻ എടുക്കുക, അതിനകത്ത് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണ്? രണ്ട് പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാകും. ഈ റിയാക്ഷൻ നമുക്ക് ഇവിടുത്തെ ഇമേജ് വെച്ചൊന്ന് നോക്കാം. ഈ എടുത്തിരിക്കുന്നതാണ് ഡയല്യൂട്ട് H2SO4. ഇത് കളർലെസ് സൊല്യൂഷൻ ആണ്. ഓക്കെ, അതിനകത്തോട്ട് നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത്? ബേരിയം ക്ലോറൈഡ്, BaCl2 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആണ്. ഇത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ സമയത്ത് ഇതേപോലെ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. അപ്പൊ എന്ത് പ്രസിപ്പിറ്റേറ്റ് ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്? വൈറ്റ് കളേർഡ് പ്രസിപ്പിറ്റേറ്റ്. ഇച്ചിരി കഴിയുമ്പോൾ ഇതുപോലെ അടിയിൽ വന്ന് അടിയും. അപ്പൊ ഉണ്ടായ പ്രസിപ്പിറ്റേറ്റ് എന്താണ്? ബേരിയം സൾഫൈറ്റ്. ബേരിയം സൾഫേറ്റ് ആണ് ഇവിടെ പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് ഫോം ചെയ്തത്. പിന്നെ കൂടത്തിൽ എന്ത് സബ്സ്റ്റൻസും കൂടി ഉണ്ടായി? ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതായത് HCl ഉണ്ടായി. മനസ്സിലായോ? ഇതാണ് റിയാക്ഷൻ. ഇവിടെ എന്ത് സംഭവിച്ചു? ഒരു പ്രസിപ്പിറ്റേറ്റ് ഉണ്ടായി. സോ നമുക്ക് പറയാം ഫോർമേഷൻ ഓഫ് പ്രസിപ്പിറ്റേറ്റ്. ഈ റിയാക്ഷൻ, ദ കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ സൾഫ്യൂരിക് ആസിഡ് ആൻഡ് ബേരിയം ക്ലോറൈഡ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഫോർമേഷൻ ഓഫ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്തായിരുന്നു? ബേരിയം സൾഫേറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോർമേഷൻ ഓഫ് പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സിന് എക്സാമ്പിൾ ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ. ഇനി നിങ്ങൾ ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് ഇതിൽ കൂടുതൽ ക്യാരക്ടറിസ്റ്റിക്സ് കാണാൻ പറ്റും. ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ഫോർമേഷൻ ഓഫ് പ്രസിപ്പിറ്റേറ്റ് ആണ്. ഇനി രണ്ടാമത് നമുക്കൊരു ക്യാരക്ടറിസ്റ്റിക്സും ഇതിനകത്ത് കാണാൻ പറ്റും. എന്താണെന്നറിയാമോ? ചേഞ്ച് ഇൻ കളർ. അതെങ്ങനെയാ പറയുന്നേ? ഈ സൾഫ്യൂരിക് ആസിഡ്, അതായത് H2SO4 കളർലെസ് ആണ്. ബേരിയം ക്ലോറൈഡിന്റെ ഈ സൊല്യൂഷനും എന്താണ്? കളർലെസ് ആണ്. ഇത് തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ, ഇതിനകത്തോട്ട് ഒഴിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടും, എന്ത് കിട്ടും? പ്രസിപ്പിറ്റേറ്റ് കിട്ടും, വൈറ്റ് കളർ പ്രസിപ്പിറ്റേറ്റ്. സോ കളർ ചേഞ്ച് സംഭവിച്ചു. അപ്പൊ ഈ റിയാക്ഷനെ നമുക്ക് എങ്ങനെയും പറയാം? ചേഞ്ച് ഇൻ കളർ the reaction is also characterized by
ചേഞ്ച് ഇൻ കളർ. അങ്ങനെയും പറയാം. അതിന് എക്സാമ്പിൾ ആയിട്ടും ഈ റിയാക്ഷൻ പറയാം. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. അതെന്താന്ന് പറയാവോ? ഇറ്റ് ഈസ് ചേഞ്ച് ഇൻ സ്റ്റേറ്റ്. സ്റ്റേറ്റ് ചേഞ്ചിനും ഇത് എക്സാമ്പിൾ ആണ്. അതിനർത്ഥം എന്താന്ന് വെച്ചാൽ ഇത് രണ്ടും ലിക്വിഡ് ആണ്. സൾഫ്യൂരിക് ആസിഡും ലിക്വിഡ് ആണ്, ബേരിയം ക്ലോറൈഡ് സൊല്യൂഷനും ലിക്വിഡ് ആണ്. പക്ഷേ ഉണ്ടാകുന്ന ഈ പ്രസിപ്പിറ്റേറ്റ് ഇച്ചിരി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞത് അടിയിൽ വന്ന് ഇങ്ങനെ അടിയും. അതെന്താണത്? സോളിഡ് ആയതുകൊണ്ടാണ് അങ്ങനെ അടിയുന്നത്. സെറ്റിൽ ഡൗൺ അറ്റ് ദ ബോട്ടം ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്. സോ വി ക്യാൻ സേ ദാറ്റ് ദ പ്രസിപ്പിറ്റേറ്റ് ഇറ്റ് ഈസ് സോളിഡ്. സോളിഡ് ആയിട്ടുള്ള മാസാണ് പ്രസിപ്പിറ്റേറ്റ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? രണ്ട് ലിക്വിഡ് തമ്മിൽ റിയാക്ട് ചെയ്തപ്പോൾ വി ഗെറ്റ് എ പ്രോഡക്റ്റ്, I mean BaSO4, that is in solid state. So this reaction is also characterized by change in state. സോ നമുക്ക് പറയാം, ഒരു റിയാക്ഷനിൽ തന്നെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒന്നിൽ കൂടുതൽ ക്യാരക്ടറിസ്റ്റിക്സ് കാണാനായിട്ട് സാധിക്കും. മനസ്സിലായോ? അപ്പോൾ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയല്ല, ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ഒരുപക്ഷെ നമുക്ക് ഒരു റിയാക്ഷനിൽ കാണാൻ സാധിക്കും. ഇതിൽ ഞാനിപ്പോൾ എവല്യൂഷൻ ഓഫ് ഗ്യാസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഈ റിയാക്ഷനും ക്യാരക്ടറൈസ്ഡ് ബൈ വേറൊരു ക്യാരക്ടറിസ്റ്റിക്സ് ഇതിൽ വരുന്നുണ്ട്. ഏതാണെന്നറിയാവോ? ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഇവിടെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചറും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയും റൈസ് ഇൻ ടെമ്പറേച്ചർ ആണ് നടക്കുന്നത്. ഇതിനകത്ത് ഇട്ട് കഴിയുമ്പം ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാകും. ഈ ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ തൊട്ട് നോക്കിയാൽ ചെറിയൊരു ചൂട് നമുക്ക് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. സോ ദിസ് റിയാക്ഷൻ ഈസ് ഓൾസോ ക്യാരക്ടറൈസ്ഡ് ബൈ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഇനി അതേപോലെ തന്നെ ഈ റിയാക്ഷൻ ലെഡ് നൈട്രേറ്റും പൊട്ടാസ്യം അയോഡൈഡും തമ്മിലുള്ള റിയാക്ഷൻ, ഇത് നമ്മൾ ലാസ്റ്റ് പഠിച്ച പ്രസിപ്പിറ്റേറ്റ് ഫോർമേഷനാണ് നടക്കുന്നത്. യെല്ലോ കളർ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകും. ഞാൻ കാണിച്ചു തന്നല്ലേ, യെല്ലോ കളേർഡ് പ്രസിപ്പിറ്റേറ്റിന്റെ ഫോർമേഷൻ നടക്കും. സോ ഒന്നാമത്തെ കളർ ചേഞ്ച് ആണെങ്കിൽ രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഫോർമേഷൻ ഓഫ് പ്രസിപ്പിറ്റേറ്റ്. ഫോർമേഷൻ ഓഫ് പ്രസിപ്പിറ്റേറ്റ് ഫോർമേഷൻ നമുക്ക് ഈ റിയാക്ഷനിൽ കാണാൻ പറ്റും. പിന്നെ ഒന്നുകൂടെ കാണാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് ലിക്വിഡ് ഒഴിച്ച് ആണ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നത്, അല്ലേ? PbNO3 എന്ന് പറയുന്നത് സൊല്യൂഷൻ ആണ്. Ki എന്ന് പറയുന്നത് പൊട്ടാസ്യം അയോഡൈഡ് എന്ന് പറയുന്നതും സൊല്യൂഷൻ ആണ്. ഈ രണ്ട് സൊല്യൂഷനും നമ്മൾ ഒഴിച്ചു കഴിയുമ്പോൾ ലെഡ് അയോഡൈഡ് ഉണ്ടാകും, PbI2. യെല്ലോ കളർ പ്രസിപ്പിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സോളിഡ് മാസ്, റൈറ്റ്? സോ അവിടെ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് വന്നു, അല്ലേ? സോ ദിസ് റിയാക്ഷൻ ഈസ് ഓൾസോ ക്യാരക്ടറൈസ്ഡ് ബൈ ചേഞ്ച് ഇൻ സ്റ്റേറ്റ്. ഇതിനകത്ത് നമുക്ക് 3 ക്യാരക്ടറിസ്റ്റിക്സ് കാണാൻ പറ്റും. ഒന്ന് ചേഞ്ച് ഇൻ കളർ, ഫോർമേഷൻ ഓഫ് പ്രസിപ്പിറ്റേറ്റ് ആൻഡ് ചേഞ്ച് ഇൻ സ്റ്റേറ്റ്. അപ്പോൾ ഇതെല്ലാം വന്നാൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരെണ്ണം എഴുതിയാൽ മതി. ഈ എക്സാമ്പിൾ തന്നെ എഴുതിയാൽ മതി, അല്ലെങ്കിൽ ഇത് എഴുതിയാൽ മതി. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഫോർമേഷൻ ഓഫ് പ്രസിപ്പിറ്റേറ്റിന് 3 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതായത് നമ്മൾ ചേഞ്ച് ഇൻ കളറിനകത്ത് കൊടുത്തിരിക്കുന്ന ഈ റിയാക്ഷനും 3 ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നുണ്ട്. ഓക്കെ, മിനിമം ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എങ്കിലും ഒരു റിയാക്ഷൻ ഉണ്ടാവണം, എന്നാലേ നമുക്ക് ആ ഒരു റിയാക്ഷൻ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. മനസ്സിലായില്ലേ? സോ നമുക്ക് ഒന്നുകൂടെ ആദ്യം തൊട്ട് നോക്കാം. കെമിക്കൽ റിയാക്ഷൻ നമ്മൾ പറഞ്ഞു. അതിനകത്ത് ഫിസിക്കൽ ചേഞ്ചസ് എന്താണെന്ന് പറഞ്ഞു. ഫിസിക്കൽ ചേഞ്ച് എന്താണ്? Temporary changes which can be reversed to form original substance. No new substance is formed. Okay, അതിന് എക്സാമ്പിൾ ആയിട്ട് മെൽറ്റിംഗ് ഓഫ് ഐസ് ക്യൂബ്സ്, മെൽറ്റിംഗ് ഓഫ് വാക്സ്, ബോയിലിംഗ് ഓഫ് വാട്ടർ, ടിയറിംഗ് ഓഫ് പേപ്പർ ഒക്കെ കണ്ടു. ഇനി കെമിക്കൽ ചേഞ്ചസിന് എക്സാമ്പിൾ ആയിട്ട് ആദ്യമേ എന്താണെന്ന് നമ്മൾ പഠിച്ചു. എന്താണ്? പെർമനന്റ് ചേഞ്ചസ് ആണ്. ഇറ്റ് കനോട്ട് ബി റിവേഴ്സ്ഡ് ആണ്. ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോം. അപ്പം അതിനും നമ്മൾ എന്ത് പഠിച്ചു? കുറേ എക്സാമ്പിൾസ് പഠിച്ചു. പേപ്പർ, ഇതൊക്കെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ആണ് കേട്ടോ. പേപ്പർ ആഷ് ഫോം ചെയ്യുന്നത്, മിൽക്ക് കേർഡായിട്ട് മാറുന്നത്. ഇനിയുണ്ട് എക്സാമ്പിൾസ്. ഫെർമെൻറ്റേഷൻ ഓഫ് ഗ്രേപ്സ് ഫെർമെൻറ്റ് ചെയ്യുന്നത്. പിന്നെ എന്താണ്? നമ്മുടെ ഡൈജഷൻ ഓഫ് ഫുഡ് ഡൈജസ്റ്റ് ചെയ്യുന്നത് കെമിക്കൽ ചേഞ്ച് ആണ്. കുക്കിംഗ് ഓഫ് ഫുഡ്. പിന്നെ ബ്രീത്തിങ് കെമിക്കൽ ചേഞ്ച് ആണ്. ബ്രീത്ത് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ വായു അകത്തേക്ക് എടുത്തു, എയർ അകത്തേക്ക് എടുത്ത് അതിന് അകത്ത് പോയ ആ വായു എന്താണ്? ഫുഡിൻ്റെ എനർജി റിലീസ് ചെയ്യാനുള്ള റിയാക്ഷനിലൊക്കെ പങ്കെടുക്കും. സോ ദാറ്റ് ഈസ് കെമിക്കൽ ചേഞ്ച്. പക്ഷേ റെസ്പിറേഷൻ ഫിസിക്കൽ ചേഞ്ച് ആണ്. റെസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വായു ഉള്ളിലേക്ക് എടുക്കുക, ആ മൂവ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. സോ റെസ്പിറേഷൻ ഈസ് ഫിസിക്കൽ ചേഞ്ച്, ബട്ട് ബ്രീത്തിങ്
ഇറ്റ് ഇസ് എ കെമിക്കൽ ചേഞ്ച്. അപ്പോൾ കെമിക്കൽ ചേഞ്ച് എന്താണെന്നാണ് പറഞ്ഞത്? കെമിക്കൽ ചേഞ്ച് ടെമ്പററി ചേഞ്ച് ആണ് അല്ലേ? എന്താണ്? ഇറ്റ് കനോട്ട് ബി റിവേഴ്സ്ഡ് ആൻഡ് ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോം. അതിനുശേഷം കെമിക്കൽ റിയാക്ഷൻ നമ്മൾ പറഞ്ഞു. കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കെമിക്കൽ ചേഞ്ചസിനെ തന്നെയാണ് നമ്മൾ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു ആക്ടിവിറ്റി കണ്ടു, മഗ്നീഷ്യം റിബൺ ബേൺ ചെയ്ത് മഗ്നീഷ്യം ഓക്സൈഡ് ഫോം ചെയ്യുന്നതിന് ആക്ടിവിറ്റി കണ്ടു. അതിൽ തന്നെ നമ്മൾ കെമിക്കൽ ഇക്വേഷൻ പഠിച്ചു. കെമിക്കൽ ഇക്വേഷൻ വേർഡ് ഇക്വേഷൻ ആയിട്ടും സാധാരണ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആയിട്ടും എടുക്കാം എന്ന് പറഞ്ഞു അല്ലേ? പിന്നെ കോമൺ ആയിട്ട് നമ്മൾ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആണ് കെമിക്കൽ ഇക്വേഷൻ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ റിയാക്റ്റൻറ്റ് എന്താണെന്ന് പഠിച്ചു, പ്രൊഡക്റ്റ് എന്താണെന്ന് പഠിച്ചു അല്ലേ? അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിച്ചു. പിന്നെ എങ്ങനെയാണ് കെമിക്കൽ എന്താണ് റിയാക്ഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത് അല്ലെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് പഠിച്ചു. 5 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. എവല്യൂഷൻ ഓഫ് ഗ്യാസ്, ചേഞ്ച് ഇൻ കളർ, ചേഞ്ച് ഇൻ സ്റ്റേറ്റ്, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആൻഡ് ഫോർമേഷൻ ഓഫ് precipitate. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.